ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് KT. 2024 വരവേൽക്കാനായി രാജ്യം കാത്തിരിക്കുന്നു. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്ന് പ്രധാനമന്ത്രി. പുതുവത്സരത്തെ വരവേൽക്കുന്നതിനായി രാജ്യം തയ്യാറായി നിൽക്കുന്ന ഈ വേളയിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് വീഗാലാൻഡ് എക്സോട്ടിക്കൻസ് പുതുവത്സരപ്പിറവിയെ ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ സിന്ധു, സൗപർണിക, ലക്ഷ്മി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹായ്, ഞാൻ ലക്ഷ്മി. ഞാനിപ്പോൾ നിൽക്കുന്നത് വീഗാലാൻഡ് എക്സോട്ടിക്കയിലാണ്. രാജ്യമെമ്പാടും 2024 വരവേൽക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ വളരെ വ്യത്യസ്ത രീതിയിലാണ് എക്സോട്ടിക്കൻസ് പുതുവത്സരത്തെ വരവേൽക്കുന്നത്. എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് അറിയാൻ നമുക്ക് എക്സോട്ടിക്കൻ പ്രസിഡന്റ് ശ്രീ നൌഷദ് സാറിനടുത്ത് ചോദിക്കാം. എന്താണ് ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത? എക്സോട്ടിക്കൻ ഫാമിലിയുടെ 2024 ന്യൂ ഇയർ സെലിബ്രേഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ഫുഡ് ഫെസ്റ്റിവൽ, അതേപോലെ മ്യൂസിക് നൈറ്റ്, വിവിധ കലാപരിപാടികൾ, അംഗങ്ങൾക്ക് വേണ്ടിയുള്ള തമ്പോല തുടങ്ങി ഞങ്ങളുടെ ഇൻഹൗസ് കലാകാരന്മാരുടെ ഒരു ഗായക സംഘം തന്നെ ഇവിടെയുണ്ട്. അതിൽ എല്ലാം കൂടി കോഴിക്കും വേണ്ടിയുള്ള ന്യൂ ഇയർ 2024 വരവേൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇവിടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ ആയിട്ടുള്ള പരിപാടികളാണ് നടക്കുന്നത്. ഇതേക്കുറിച്ച് നമുക്ക് കൂടുതൽ കണ്ടു തന്നെ അറിയാം. ഞാനിവിടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. Good evening, ladies and gentlemen. A warm welcome to each one of you present here. I am Saubarnika from 9B. And I am Lakshmi from 7B. We are delighted to be a host for this fantastic New Year Eve 2023. Tonight, we have a lineup of exciting activities, heartwarming moments, and of course, the countdown to welcome the New Year. So without further ado, let the New Year celebration begin. We shall make tonight a memorable send-off to 2023 and a joyful welcome to 2024. Before we dive into festivities, I invite Sindhu Aunty to begin our inauguration ceremony. A warm good evening to one and all. എല്ലാവരും വളരെ ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുകയാണെന്നറിയാം. കാരണം നമ്മുടെ 2023 ഏതാനും മണിക്കൂറുകൾക്കകം വിട പറയുകയാണ്. ഈ 2023 നമുക്ക് എല്ലാവർക്കും എത്രയേറെ സ്പെഷ്യലായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഈ ഗാദറിംഗ്. നമ്മൾ എക്സോട്ടിക്കൻ ഫാമിലിയുടെ ഒരു ഭാഗമായതുകൊണ്ട് മാത്രമല്ലേ ഇതെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2023 ഈ സൗഹൃദ കൂട്ടായ്മ നമുക്ക് ഏവർക്കും അത്രയേറെ വിലപ്പെട്ടതാണെന്ന്, അത്രയേറെ സന്തോഷത്തോടുകൂടി ഈ ഒരു സൗഹൃദത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഏവർക്കും നല്ലൊരു 2024 വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇനാഗുറൽ സെറിമണിയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് ഈ എക്സോട്ടിക്കയുടെ അഭിമാനമായ പ്രസിഡന്റ് ശ്രീ നൌഷാദ് പടിയത്തിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സെക്രട്ടറി ശ്രീ ഗോപികൃഷ്ണൻ സാറിനെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അടുത്തതായി ശ്രീ ഷാജി രവീന്ദ്രൻ, ട്രഷറർ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. നമ്മുടെ ബാക്കി കമ്മിറ്റി മെമ്പേഴ്സിനെയും കൂടി നമ്മൾ ഇവിടേക്ക് വിളിക്കുകയാണ്. ഡോക്ടർ വെങ്കടേശ്വരൻ, ശ്രീ ഹരികുമാർ, ശ്രീമതി റിനി നീനു, പ്ലീസ് കം ടു ദ സ്റ്റേജ്. വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശ്രീ നൌഷാദ് സാറിനെ വിളിക്കുന്നു. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഏകദന്തം മഹാകായ
ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു. തുമ്പിയും കൊമ്പും കൊണ്ടടിയന്റെ മാർഗം തമ്പുരാനെ തടയൊല്ലേ. ഏകദന്ത കാക്കണമേ നിയതം. വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു. പായസം ഉണ്ണുമ്പോൾ അതിൽ നിന്നൊരു വച്ചു നീ തരണേ. അരവണ പായസം ഉണ്ണുമ്പോൾ അതിൽ നിന്നൊരു വച്ചു നീ തരണേ. വർണ്ണങ്ങൾ തേടും നാവിൻ തുമ്പിന് പുണ്യാക്ഷരം തരണേ. ഗണേശ്വരാഗം ഗണപതയേ നമോ നമഃ. വിഘ്നേശ്വരാ ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു. ഇരുളിൽ മുളങ്കാട് ചീന്തുമ്പോൾ അരിമുത്തുമണി എനിക്കു നീ തരണേ. ഇരുളിൽ മുളങ്കാട് ചീന്തുമ്പോൾ അരിമുത്തുമണി എനിക്കു നീ തരണേ. കൂടില്ലാത്തൊരി നിസ്വനം നിൻ കൃപ കുടിലായി തീരണമേ. ഗണേശ്വരാഗം ഗണപതയേ നമോ നമഃ. വിഘ്നേശ്വരാ ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു. തുമ്പിയും കൊമ്പും കൊണ്ടടിയന്റെ മാർഗം തമ്പുരാനെ തടയൊല്ലേ. ഏകദന്ത കാക്കണമേ നിയതം. വിഘ്നേശ്വരാ ജന്മ നാളികേരം നിന്റെ തൃക്കാൽക്കലുടയ്ക്കുവാൻ വന്നു. എല്ലാ പ്രോഗ്രാംസ് ആണെങ്കിലും ഫങ്ഷൻസ് ആണെങ്കിലും ക്രിസ്മസ്, നവരാത്രി, ഓണം എല്ലാത്തിലും നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നത്തെ ഫംഗ്ഷനിൽ നമ്മൾ ക്ഷണിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ ഒരു വിശിഷ്ട അതിഥി കൂടിയുണ്ട്. ഐ വെൽക്കം ശ്രീ ശ്രീകുമാർ വാര്യർ അങ്കിൾ. ആൻഡ് വെരി ഗുഡ് ഈവനിങ്. അതുപോലെ തന്നെ നമ്മുടെ കൽപ്പകയുടെ പ്രസിഡന്റ് രാഘവൻ സാർ ഇവിടെ ഉണ്ട്. സീനിയർ മെമ്പേഴ്സ് ആൻഡ് elegant ladies and exoticans and all neighborhood members. നമുക്കറിയാം, ഏകദേശം ഒരു വർഷക്കാലമായി നമ്മൾ ഈ കൂട്ടായ്മ, ഈ സൗഹൃദം ഈ നല്ല രീതിയിൽ തന്നെ പോകാൻ തുടങ്ങിയിട്ട് നമ്മൾ പല ചലഞ്ചസും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. 2022 ഒക്ടോബറിനാണ് നമ്മളുടെ അസോസിയേഷൻ രൂപീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല പരിപാടികൾ കണ്ടക്ട് ചെയ്തിരുന്നു. ആദ്യമായിട്ട് നമ്മൾ എലഗന്റ് ലേഡീസിൻ്റെ നേതൃത്വത്തിൽ ഓണമാഘോഷം, അതിനോട് ബന്ധപ്പെട്ട ഡാൻസ് പ്രോഗ്രാമുകൾ, അതേപോലെ തന്നെ ദീപാവലി, അതേപോലെ ക്രിസ്മസ് സെലിബ്രേഷൻസ്, ഇതിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പങ്കാളിത്തവും അതേപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിലുള്ള അതിൻ്റെ പങ്കെടുത്തുകൊണ്ട് വിജയിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞൊരു വർഷത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കും കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും ആഹ്ലാദിക്കാവുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളിലെല്ലാം തന്നെ അസോസിയേഷൻ തക്കതായ സമയത്ത് അതിൻ്റെ വേണ്ട രീതിയിൽ ഇടപെടാനും അതേപോലെ തന്നെ അതിന് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കാനും
അതിന് നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും നമുക്ക് റിസൾട്ട് ഉണ്ടായിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്യാനുള്ള പ്രോസസ്സ് അതാത് സമയത്ത് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ ഈ ഒരു ചെറിയ ഈ സൗഹൃദം അല്ലെങ്കിൽ എക്സോട്ടിക്കൻസ് ഫാമിലി എന്ന് പറയുന്ന സൗഹാർദ്ദം നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിന് കഴിഞ്ഞ വർഷത്തെ നിങ്ങളെല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നതിൽ അസോസിയേഷൻ എൻ്റെ ഭാരവാഹികളും ഞങ്ങളെല്ലാവരും തന്നെ പ്രത്യേകം ഈ അവസരത്തിൽ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. അത് എലഗൻ ലേഡീസിൻ്റെ ഗീത ചേച്ചിയുടെ നേതൃത്വത്തിലുള്ള ആ കൂട്ടായ്മയും അതേപോലെ തന്നെ ഇടപെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്രിസ്മസ് സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നുള്ള പരിപാടികളിൽ നമ്മളിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ വരുണും സുനീതയും അതിൻ്റെ ഈവൻ അതിനോട് ബന്ധപ്പെട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും അവരുടെ വീട് തന്നെയായിരുന്നു നമ്മൾ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുമ്പിൽ ഷോക്കേസ് ചെയ്തത്. അങ്ങനെ ഏത് പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാലും എല്ലാവരും അവരെ കൊണ്ടാവുന്ന നിലയിൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു കഴിഞ്ഞൊരു ഇവോൾവ് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ നമ്മൾ എടുക്കാനുള്ളൊരു ശ്രമം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തൊട്ട ഉള്ള അയൽവക്കങ്ങളിലുള്ള കുടുംബാംഗങ്ങളെ കൂടി നമ്മൾ ഇതിൽ പങ്കെടുപ്പിച്ചു. നമ്മൾ സപ്പോർട്ടിംഗ് സ്റ്റാഫ്, നമ്മൾ സെക്യൂരിറ്റി, അതൊക്കെ തന്നെ നമ്മൾ അവർക്ക് നമ്മളുടേതായ ജോബ് ഡിഗ്നിറ്റിക്ക് കമ്മിറ്റി എപ്പോഴും അതേതായ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒരേപോലെ തന്നെയാണ്. അവർ ബൈ ജോബ് ബൈ ഡെസ്റ്റിനി അവർ ആ സൈഡിൽ വന്നിട്ടുള്ളൂ. അവരെ നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് കാണുന്നു. അവരുടെ എല്ലാ റൈറ്റ്സും നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മളിവിടെ വരുന്ന എല്ലാവരെയും നിങ്ങളെല്ലാവരും പെരുമാറുന്നത്. അതും ഒരു വലിയ കാര്യമായിട്ട് കാണുന്നു. അതിനും നിങ്ങളെ ഓരോരുത്തരെയും നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊന്ന്, ഇനി വരാൻ വന്ന പുതുവർഷമാണ്. നമുക്ക് സ്വപ്നങ്ങളുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഭാവി പരിപാടികളുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോരുത്തർക്കും അവരവരുടെ സ്വപ്നങ്ങളുണ്ട്. പക്ഷെ ഇതിലെല്ലാം നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ കോമൺ സ്വപ്നങ്ങളെ എല്ലാവരും എന്തും വില കൊടുത്ത് താങ്ങി നിർത്താനും അതിനെ എവിടെയെങ്കിലും ഒരു സൈഡിലേക്ക് ചെരിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അനങ്ങാതെ നിൽക്കുന്ന ആൾക്കാർ അതിനൊരു കൈ താങ്ങ് എപ്പോഴും കൊടുക്കണം. അല്ലാതെ ഒരു കൈ താഴത്തേക്ക് വലിക്കാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങളിതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. അതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ കമ്മ്യൂണിറ്റി ലിവിംഗ് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ടെന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Evening filled with laughter, joy, and unforgettable memories. We have an incredible line of performance and surprises in store for you. Next, we have a song by our Walson uncle. I invite Walson uncle to the stage. അനുരാഗ പൗർണമിയേ നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. തുടങ്ങിയിട്ടില്ല, തുടങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്. മണിവിളക്കു വേണ്ട, മുകിൽ കാണേണ്ട ഈ പ്രേമ സല്ലാപം കളി പറഞ്ഞിരിക്കെ കിളി തുടങ്ങിയല്ലോ സല്ലാപ സംഗീതം. ഈ പ്രേമ സല്ലാപം കളി പറഞ്ഞിരിക്കും കിളി തുടങ്ങിയല്ലോ സല്ലാപ സംഗീതം. ഇരുകരടുകളിൽ വിരുന്നു വന്നു മായാത്ത മധുമാസം. നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ നീ മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ. Next up, we have a song by Adrija. I invite Adrija to the stage. कागज के दो पंख लेके उड़ चला जाए रे, जहाँ नहीं जाना था ये वही चला है रे. उम्र का ये तारा बना समझ न पाए रे, जुबां पे जो मोह माया नमक लगाए रे, के देखी न बानी न जानी न दाई रे.
दिशाहरा केमन बोका मंटारे दिशाहरा केमन बोका मंटारे दिशाहरा केमन बोका मंटारे फते करे गिले सारे बेत जाए दीवारे प्रेम कोई सेध लागे लागे रे लगे अगर मगर बारे बारे जिया कोई न चाले जिया नहीं गेंद लागे लागे रे लगे माते कोई चंदन सा माते पे सजाए रे जुबा पे जो मोह माया नमक लगाए रे के देखे न बने न जाने न दायरे दिशाहरा केमन बोका मंटारे दिशाहरा केमन बोका मंटारे दिशाहरा केमन बोका मंटारे. Thank you, Adrija. Now we are about to experience a musical treat. ശബാഷ്പം തൂക്കി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്യൂ നീ എന്തു ചെയ്യൂ നീ ഹർഷബാഷ്പം തൂക്കി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്യൂ നീ എന്തു ചെയ്യൂ നീ കൽപ്പനയിൽ നീ നിറയുന്നു വിണ്ണിലെ സുധാകരനോ വിരഹിയായ കാമുകനോ ഇന്നു നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു സഖി ആരുണർത്തുന്നു ഹർഷവാഷ്പം തൂക്കി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്യൂ നീ എന്തു ചെയ്യൂ. For a musical celebration, I would like to extend a warm invitation to Varun uncle and his family, who is going to sing a group song. I walked to town on silver spurs that you go to, a song that I have only sang to just a few. She saw my silver spurs and said, let's pass some time, and I will give to you summer wine. Ooh, summer wine. Strawberries, cherries, and an angel's kiss in spring. My summer wine is really made from all these things. Take off your silver spurs and help me pass the time, and I will give to you summer wine. Ooh, summer wine. Walk away if you want to, it's okay if you need to. You can run,
but you can never hide from the shadows that's creeping up beside you. There's a magic running through your soul, but you can have it all. Whatever you do, I'll be 2 steps behind you. Wherever you go, and I'll be there to remind you that it only takes a minute of your precious time to turn around. I'll be 2 steps behind. If you miss the train I'm on, you will know that I am gone. You can hear the whistle blow 100 miles. 100 miles, 100 miles, 100 miles, 100 miles. You can hear the whistle blow 100 miles. Lord, I'm 1, Lord, I'm 2, Lord, I'm 3, Lord, I'm 4, Lord, I'm 500 miles away from home. Hey, this no way, Lord, I can't go back home this whole way. If I miss the train I'm on, you will know that I am gone. You can hear the whistle blow 100 miles. 100 miles, 100 miles, 100 miles, 100 miles. You can hear the whistle blow 100 miles. You can hear the whistle blow 100 miles. You can hear the whistle blow 100 miles. അങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താ? അത്രയ്ക്ക് വേണം. ന്യൂ ഇയർ റെസൊല്യൂഷൻ നല്ല ഭക്ഷണം കഴിക്കണം, വെയിറ്റൊക്കെ കുറയ്ക്കണം, വ്യായാമങ്ങളൊക്കെ ചെയ്യണം. അത്രയൊക്കെ ഉള്ളൂ. വേറെ വിഷയസ് ഒന്നുമില്ല. സ്റ്റാർട്ട് ചെയ്യാം. 7, 8, 78. 2, 5, 25. So close. 2, 5, 25. Yeah. Oh, jaldi 5. Okay, jaldi 5 കഴിഞ്ഞു ട്ടോ. Okay, next. 6, 2, 62. Number. Last line. Very good. ഒരു മിനിറ്റ് ഒന്ന് നമ്പർ മെല്ലെ പറയണേ. 8, single digit 8, 27, 27, 27, 39, okay, 55, okay, 55, 78, 78, very good. Congrats. Congratulations. 86, 86. Ravish, congratulations. ഞങ്ങളെ ഗിഫ്റ്റ് കൊണ്ട് തന്നപ്പോ തന്നെ ഇത്ര ലക്കിയാവെന്ന് വിചാരിച്ചില്ല കേട്ടോ. 24 അടിച്ചു പൊളിക്കും. ഇതുവരെയുള്ള പ്രൈസസ് ഒന്ന് അനൗൺസ് ചെയ്യട്ടെ. നല്ലൊരു ക്ലാപ്പും കൊടുക്കാം കേട്ടോ. നമ്മുടെ മോസ്റ്റ് ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഇത് ജൽജി 5 ആണ്. ദാറ്റ് ഗോട്ട് ജിജി. ഓക്കെ, നല്ലൊരു ഗൈഡ് കൊടുക്കാം. ആൻഡ് ഫസ്റ്റ് ലൈൻ 3 പേരാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അഭിലാഷ് സർ, പ്രദീപ് സർ ആൻഡ് ജിജി. 3 പേർക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കാം.
നമ്മൾ ആ എമൗണ്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് സെക്കൻഡ് ലൈൻ അരവിന്ദ് ഫ്രം 7C. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. ആൻഡ് ദ തേർഡ് ലൈൻ ഈസ് ഷീബ, ഡോക്ടർ ഷീബ. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. അപ്പം ഭാര്യയും ഭർത്താവും തച്ചിലിരുന്ന് പ്രൈസ് അടിക്കുക കേട്ടോ. കിട്ടുന്നേട്ടാ കാമധേനുവിന്റെ ഫലം. അയ്യോ, ഞാനത് മറന്നു. എന്റെ പൊന്ന് സൂര്യഭഗവാനെ, ഇത്തവണയെങ്കിലും എന്റെ കാമധേനുവിന് തന്നെ അടിക്കണേ. വായിച്ചേ. ഒന്നാം സമ്മാനം 10 lakhs ആൻഡ് അംബാസിഡർ കാറും. അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് നമ്പർ കെ കൊറേ കണ്ടിട്ടുണ്ട്. L 7 2 2 0 7 8. ഇതുവരെ ശരിയാണോ കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാ. 4 3 3 1 1 ഇതുവരെ 1 1. അടിച്ചു പോളെ. Full house at dinner. So how do you feel right now? So what is your New Year resolution 2024? Haven't planned anything. It's fine. Thank you, Uncle. ഡാൻസ് കളിക്കാണ് നമ്മുടെ നാടൻ പാട്ട്, അവരോട് നാടൻ പാട്ട്. ആരും പോകരുത്. 12 മണിക്ക് നമുക്ക് സർപ്രൈസ് ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട്. at 12 o'clock. ప్రాణమునీవని గానమే నీదని ప్రాణమే గానమని మౌన విచక్షణ జ్ఞాన విలక్షణ రాగమే యోగమని ప్రాణమునీవని గానమే నీదని ప్రాణమే గానమని మౌన విచక్షణ జ్ఞాన విలక్షణ రాగమే యోగమని నాదోపాసన చేసిన వాడను నీ వాడను నేనైతే నాదోపాసన చేసిన వాడను నీ వాడను నేనైతే ధిక్కరీంద్ర జిద హిమగిరీంద్ర చితకంఠరా నీలకంఠరా రుద్రులుగ నీరుద్ర వీణ నిర్నిద్ర దానమిది అవతరించరా విధిధరించరా శంకరా నాద శరీరా పరా వేద విహారాగరా జీవేశ్వరా శంకరా మెరిసే మెరుకులు మురిసే పెదవుల చిరు చిరు నవ్వులు కాబోలు ఉరినే ఉరుములు సరి సరి నటనల సిరి సిరి మూవలు కాబోలు మెరిసే మెరుకులు మురిసే పెదవుల చిరు చిరు నవ్వులు కాబోలు ఉరినే ఉరుములు సరి సరి నటనల సిరి సిరి మూవలు కాబోలు పరవశాన శిరసు గంగా ధరకు జారిన శివగంగా పరవశాన శిరసు గంగా ధరకు జారిన శివగంగా నాగాన లహరి నవములు గంగా ఆనంద వృష్టిని తడవంగా శంకర నాద శరీరా పరా వేద వికారా జీవేశ్వరా శంకర
ഇവിടെ വന്നിട്ടുള്ള ഒരു വർഷം വളരെ വളരെ എൻജോയ് ചെയ്തു. നല്ലൊരു കമ്മ്യൂണിറ്റി ഫാമിലി പോലെ തന്നെയുള്ളൊരു നല്ലൊരു ഗ്രൂപ്പിനെ കിട്ടി. വളരെ ഹാപ്പിയായി. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് കുറേ ഉണ്ട്. ആദ്യം വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളതാണ്. ഒരു 7 kgs കുറയ്ക്കാനാണ് പേഴ്സണൽ ഫോക്കസ്. പിന്നെ കുറച്ച് എൻ്റെ ചെസ്സിൽ തന്നെ കുറച്ച് റേറ്റിംഗ് പോയിന്റ്സ് കൂട്ടുക, അതിന് ഉള്ള വർക്ക് ചെയ്യാനുള്ളതാണ്. സോ താങ്ക് യു. അങ്കിളുടെ പേരെന്താ? ഹരികുമാർ. സോ ഹരികുമാർ അങ്കിൾ ഈ എക്സോട്ടിക്കയിൽ വന്നപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ച് ആയിട്ട് തോന്നിയത്? വളരെ നല്ലതായിട്ട് നല്ല അനുഭവമാണ്. ഇവിടെ താമസിക്കാൻ വളരെ ഇഷ്ടമാണ്. ഗ്രാമപ്രദേശത്തെക്കാട്ടിലും സഹകരണമാണ്. ആൻഡ് അങ്കിളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ട്. ഞാൻ താമസിക്കാൻ കൂടുതൽ ആഗ്രഹമുണ്ട്. നോക്കട്ടെ. അങ്കിളുടെ ഫ്ലാറ്റ് നമ്പർ 5. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്? 2 ആൺകുട്ടികൾ. ഫാമിലിയായിട്ട് ദുബൈയിലാണ്. താങ്ക് യു. ആൻറ്റി ഏത് ഫ്ലാറ്റ്? ടെൻസി. ആൻറ്റിക്ക് ഇവിടെ വന്നിട്ടുള്ള ആൻറ്റിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അസോസിയേഷനൊക്കെ ആയിട്ട് പഴയ ലൈഫ് ഈ ലൈഫ് വെച്ചിട്ട് വളരെ വ്യത്യാസം. നല്ല വെരി ഹാപ്പി. ഇവിടെ എല്ലാവരും നല്ലൊരു എന്താ പറയുക, നല്ലൊരു സപ്പോർട്ടും നല്ല ഫ്രണ്ട്ലിയും സമയം പോകുന്നതാണ്. അവിടുത്തെ ഘട്ടമൊക്കെ നല്ല വളരെ ആക്റ്റീവായി ഇവിടെ വന്നേ. പിന്നെ നല്ല കുറേ പാട്ടും പിന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട്. ആൻറ്റിയുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ അങ്ങനെയൊന്നും ചെയ്യാത്ത നമ്മളെ ആസച്ച് കുറച്ച് നടക്കാൻ പോകണം. അത് മാത്രം ഇങ്ങനെ പതുക്കെ. അവരൊക്കെ സിന്ധു നിജ അവരൊക്കെ സന്ധ്യ അവരൊക്കെ നടക്കില്ല. അറ്റ്ലീസ്റ്റ് വൈകുന്നേരം ഒന്ന് നടക്കാൻ, അത് മാത്രം. വേറെ ഒന്നുമില്ല. ആസച്ച് എന്നുള്ള പേരിന്റെ പ്രത്യേക ക്വസ്റ്റ്യൻ ആണ്. അത് പ്രത്യേകത ഒന്നുമില്ല. എൻ്റെ ഫാമിലിയുടെ പേരാണ്. കൊടുങ്ങല്ലൂർ ഞങ്ങളൊരു ക്ലോസ് നെറ്റ് ഫാമിലിയാണ്. അത് ഞങ്ങൾ ആ ഫാമിലി നെയിമാണ് പടിയർ. ഈ മാരത്തോൺ എന്ന പാഷൻ എന്നാണ് ആരംഭിച്ചത്? മാരത്തോൺ പാഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 49 വയസ്സായ സമയത്താണ് നമ്മളുടെ ഇവരെയാണ് ഓർക്കുന്നില്ല. ഇവിടെ നമ്മളെ കൊച്ചിൻ സോൾസ് ഓഫ് കൊച്ചിൻ ഇവിടുത്തെ നമ്മൾ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ 50 വയസ്സ് നമ്മൾ ഗുരു നിത്യനേതി പറയുന്നത് പോലെ 2 തരത്തിലുള്ള ആൾക്കാർ രാജ്യത്തുള്ളൂ. ആരൊക്കെ? ഒന്ന് നമ്മളെ വിട്ട് പോയ ആൾക്കാർ, പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ എനിക്ക് തോന്നി ഇത് മാരത്തോൺ എന്ന് പറയുന്നത് 50 വയസ്സാകുമ്പോൾ അപ്പോൾ ഒരു ചലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് തോന്നി. അപ്പോൾ ഞാൻ മനസ്സിലാലോചിച്ചു, അന്ന് 50ാമത്തെ വയസ്സിൽ ഞാൻ 42 കിലോമീറ്റർ ഓടും. അങ്ങനെ 49ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് രാമേന്ദ്രൻ ഓടുന്നൊരു ആളാണ്. അപ്പോൾ രാമേന്ദ്രൻ്റെ ഒപ്പം എങ്ങനെയാണ് ആള്? ഞാൻ പറഞ്ഞു, രാമേന്ദ്രൻ ഞാനിതൊക്കെ താങ്കൾക്ക് പറ്റുള്ളൂ, ഒരു മെൻ്റൽ ഗെയിം. ഓക്കെ, അങ്ങനെയാണ് ആ ഇടപാടിന് ചെയ്തത്. 50ാമത്തെ വയസ്സിൽ ഞാൻ 42.5 കിലോമീറ്റർ 5 മണിക്കൂറിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതൊരു നമ്മൾക്ക് ഏവർക്കും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷണൽ സ്റ്റോറി തന്നെയാണ് കേട്ടോ ഇത്. ഗോപാലിന്റെ ഫുൾ നെയിം GN ഗോപാൽ എന്നുള്ളത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഗീത നാരായണൻ ഗോപാൽ ഒരു വെറൈറ്റി നെയിമാണല്ലോ. ഒന്ന് പറയാവോ എന്താണ് അതിന്റെ പിറകിൽ? അമ്മയുടെ പേരാണോ അച്ഛന്റെ പേരാണോ? അതായത് നാരായണ പിള്ള എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര്. ആള് പ്രൊഫസറായിരുന്നു, റിട്ടയർ ചെയ്തു, അല്ലമിൻ കോളേജിലായിരുന്നു. അമ്മയുടെ പേര് ഗീതാ പ്രകാശിനി എന്നാണ്. അപ്പം എനിക്ക് തോന്നുന്നത് അമ്മയുടെ പൊസസീവ്നെസ് കൊണ്ടാണ് ഈ ജിയും കൂടി ചേർത്തത്. വേറെ പ്രത്യേകിച്ച് അതിന് വേറെ ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ഇത് ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ പലരുമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഇത് ആദ്യമായിട്ടല്ല. ആരും കൊതിക്കുന്ന എന്നാൽ ആർക്കും അത്ര പെട്ടെന്നൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയല്ലേ ചെസ്.
അപ്പോൾ ഈ ഒരു ഇന്റലിജന്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? അത് ശരിക്കും തീർത്തും കോയിൻസിഡന്റലാണ്. എന്ന് വെച്ചാൽ ഇത് കരിയറായിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഇതൊരു എന്താ പറയുക, ഒരു അതിലേക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്തിരുന്നതല്ല. അതായത് ഒരു ഏപ്രിൽ മെയ് ഒരു 99 വെക്കേഷൻ സമയത്ത് അമ്മയുടെ നാട് മൂവാറ്റുപുഴയാണ്. അപ്പോൾ സാധാരണ 99 10ാം വയസ്സിൽ. അപ്പൊ ആ സമയത്ത് സാധാരണ ഞങ്ങളെല്ലാ ഈ പറഞ്ഞ വെക്കേഷന് അമ്മയുടെ നാട്ടിലേക്ക് പോകും, മൂവാറ്റുപുഴ. അപ്പൊ സാധാരണ ആ വർഷവും അങ്ങനെ പോയി. ആക്ച്വലി പോകുന്നതിന്റെ ഇടയ്ക്ക് അന്ന് ബസ്സിനാണ് പോയത്. അപ്പൊ അതിനിടയ്ക്ക് ഓൺ ദ വേ ഒരു ചെറിയ പിള്ളേരുടെ ടൂർണമെന്റിന്റെ ഒരു ബോർഡൊക്കെ കിടക്കും. അപ്പോൾ അമ്മ പെട്ടെന്ന് ചോദിച്ചു, എന്ന് വെച്ചാൽ വീട്ടിൽ ചെറുതായിട്ട് കളിക്കാറുണ്ട് അച്ഛനും ഞാനും ചേട്ടനൊക്കെ, നമുക്ക് ഈ പ്രാവശ്യത്തെ ട്രിപ്പ് ക്യാൻസൽ ചെയ്താലോ, ഇവിടെ പോയി ഇവർ കളിച്ചിട്ട് 2 പേർക്ക് എന്തെങ്കിലുമൊക്കെ പ്രൈസ് കിട്ടാൻ സാധിക്കും.
അപ്പോൾ സെക്രട്ടറി, നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ പരിപാടികളെ പറ്റി? വളരെ നമ്മൾ എക്സോട്ടിക്ക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 പ്രോഗ്രാം, ഓണം, ദീപാവലി, അടുത്ത ലാസ്റ്റ് ന്യൂ ഇയർ, നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഇയർ പുതിയ അസോസിയേഷൻ വരുമ്പോഴും ഇതേപോലെ മുന്നോട്ട് പോകണം. കാരണം ഒരു കമ്മ്യൂണിറ്റി ലീവിംഗ് ആണ്. അതിൽ നമ്മളെല്ലാവർക്കും ഒരു സന്തോഷപൂർവ്വമായിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ എഫേർട്ട്, ഞാനും നൗഷാദ് സാറും ഷാഹിദ് സാറും കൂടെ ആ എഫേർട്ടാണ് നമ്മൾ ഇപ്പം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്താ പരിപാടിയായാലും നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഓക്കെ, താങ്ക് യു. ഷാഹിദ് സാറ്, ഇപ്പോൾ നിങ്ങൾ ഇതിൽ മുഴുവൻ ഇൻവോൾവ് ആയിരുന്നു ഈ പരിപാടികൾ ഓർഗനൈസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. നിങ്ങളുടെ അഭിപ്രായം എന്താ? ന്യൂ ഇയർ ആയിട്ട് നിങ്ങളുടെ റെസൊല്യൂഷനും നിങ്ങളുടെ അഭിപ്രായവും ഈ പരിപാടികളെ കുറിച്ച്, ഈ അസോസിയേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ? റെസൊല്യൂഷൻ ഒന്നുമില്ല. നമ്മൾ കമ്മ്യൂണിറ്റി വളരെ നല്ലതായിട്ടാണ് പോകുന്നത്. ഇതുവരെയുള്ള എല്ലാ പ്രോഗ്രാംസും നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയിട്ടുണ്ട്. ഇതും വളരെ നല്ല സക്സസ്ഫുൾ ആയിരുന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു ഷാജി സാർ. താങ്ക് യു ഗോപി. താങ്ക് യു നൗഷാദ് സാർ. താങ്ക് യു. അപ്പോൾ ഒരു നല്ല ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ്. വളരെ വ്യത്യസ്തമായിട്ടാണ് എക്സോട്ടിക്കൻസ് അവരുടെ ആദ്യത്തെ പുതുവത്സരത്തെ എതിരേറ്റത്. ഇനിയും ഇത് ഒരു കൂട്ടായ്മയുടെ തുടക്കമല്ല, പക്ഷേ ഇതൊരു കൂട്ടായ്മയുടെ തുടർച്ചയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരു നല്ല പുതുവത്സരം നേർന്നുകൊണ്ടും